ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഓർക്കിഡ് ചെടിയെക്കുറിച്ചാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഡാൻസിങ് ലേഡി ഓർക്കിഡ്. ഓൺസീഡിയം ഓർക്കിഡ് എന്നും ഈ ഒരു ചെടിക്ക് പേരുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഓർക്കിഡ് ചെടികൾ കെയറിങ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ചെടിക്ക് അത്തരത്തിൽ യാതൊരു കെയറിങ്ങിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൂടാതെ ചെടി നമുക്ക് ഒരു പോട്ടിൻ്റെ സഹായം ഇല്ലാതെ മറ്റേതെങ്കിലും മരത്തിന് മുകളിലൊക്കെ പടർത്തിയെടുക്കാവുന്നതാണ്. പൊതുവെ ഒരു തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ചെടി വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിറയെ പൂക്കൾ വിരിയിച്ചെടുക്കാനും പറ്റും. ഇതിൻ്റെ പേര് വരാനുള്ള കാരണം, ഈ ഡാൻസിങ് ലേഡി എന്ന പേര് വരാൻ കാരണം തന്നെ ഈ ഒരു ചെടിയുടെ ഈ പൂക്കൾ തന്നെയാണ്. പൂക്കൾ ഇതേപോലെ മഞ്ഞ നിറത്തിലായിരിക്കും. അതേപോലെ തന്നെ പൂക്കൾ വളരുന്ന ഏകദേശം ഒരു മാസത്തോളം നമുക്ക് പൂക്കളുണ്ടാവും. പിന്നീട് പൂക്കൾ കൊഴിഞ്ഞു പോകും. നിറയെ പൂക്കളുണ്ടാവും. നമ്മളെ ഇത് സീസണലായിട്ട് വിരിയുന്ന പ്ലാന്റ് ഒന്നുമല്ല. നമുക്ക് ചെടിയിൽ ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വെയിൽ വേണം. എന്നാൽ കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫുകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തണുപ്പുള്ള ഏരിയയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു മരത്തിന്, ഉണങ്ങിയ മരത്തിൻ്റെ മുകളിലാണ്. ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ തൊലിപ്പുറത്തൊക്കെയാണ് ഈ ചെടികൾ പറ്റി പിടിച്ച് വളരാൻ കൂടുതൽ നമുക്ക് വളർത്തിയെടുക്കാൻ കൂടുതൽ അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത്. ചട്ടികളിലാണെങ്കിൽ നമ്മൾ കുറച്ച് ചകിരിത്തൊണ്ടും അതേപോലെ ഉണങ്ങിയ കഷ്ണങ്ങളും കരിക്കട്ടയും ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു ചെടി പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ചട്ടികളാകുമ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും, പൂക്കളൊക്കെ ആയി കിട്ടും. ഇപ്പം ഇതേപോലെ നിറയെ വേരുകൾ വന്ന് മരത്തിലൊക്കെ ആണെങ്കിൽ പറ്റി പിടിച്ച് അതിൽ വീണ്ടും വീണ്ടും പുതിയ തൈകളായി അതിലൊക്കെ പൂക്കളായി മാറുന്ന നല്ല ഭംഗിയാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഈ ചെടിക്ക് കൂടുതൽ ഫ്ലവറിങ് ആകാനും അതേപോലെ വലിയ തൈകൾ ചെടികളൊക്കെ വളർന്ന് കിട്ടാനും നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു വളമാണ് ചാണകം. പച്ച ചാണകം നമുക്ക് ഈ ചെടിയുടെ എവിടെയാണ് ചെടി നമ്മൾ വളർത്തുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ലിക്വിഡായിട്ടോ അല്ലെങ്കിൽ ചാണകം തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെടി വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിക്ക് ഒരു വളം ആയി മാറുന്നതാണ്. വേനൽക്കാലത്തൊക്കെ നമ്മൾ ഡെയിലി ഒന്ന് നനച്ച് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഈ ഒരു ചെടിയിൽ ഒരു ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹാങ്ങിങ് പോട്ടുകളിലും അല്ലാതെയും ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ്. ഇൻഡോർ ആയിട്ട് ഈ ചെടി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. കാരണം ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം വെയിൽ ആവശ്യമുള്ളൊരു ചെടി കൂടിയാണ്. അത്യാവശ്യം വെയിലും വെള്ളവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. എന്നാലും തൈകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഈ ചെടിയെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഇലകളുടെ അടിവശത്തേക്ക് ചെറിയൊരു ബൾബ് പോലത്തെ ഒരു ഭാഗം കാണാം. അതിൽ ഇതിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അപ്പം നമുക്ക് നനച്ചു കൊടുക്കുന്നത് ഒന്നരാടനൊക്കെ നനച്ചു കൊടുത്താലും ഈ ചെടിയിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് തന്നെ അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട്. ഇതപ്പോൾ ഒരു 3 മാസമൊക്കെ മുന്നേ നമ്മൾ ഒരു തൈ നമ്മൾ ഇതേപോലെ ഉണങ്ങിയ മരത്തിൻ്റെ മുകളിൽ കെട്ടി വെച്ച് കൊടുത്തതായിരുന്നു. ഇപ്പോൾ അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ചെടികളൊക്കെ സെറ്റ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നനച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മൾ ക്രീപ്പിംഗ് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന, അതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഡാൻസിങ് ലേഡി ഓർക്കിഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.